ഞെട്ടിക്കുന്ന ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റഡ്. അതെ, വീണ്ടും മിഡ് വീക്ക് എവിക്ഷന്റെ ഒരു പ്രൊമോ കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ടോപ്പ് 5 തന്നെയാണ്. ശരിക്കും റീ എൻട്രീസ് വീടിനകത്ത് വന്ന് കയറി സമാധാനമായി ഇപ്പൊ ഇറങ്ങിപ്പോയപ്പോ സത്യം ഇവർ കയറി വന്നതിന്റെ ഭാഗമായിട്ടുള്ള എവിക്ഷൻ തന്നെ ആയിരിക്കും നാളെ നടക്കുന്നത്, ഉറപ്പാണ്. കാരണം റീ എൻട്രീസ് കയറി വന്ന് 2 ദിവസം അവിടെ അലക്കി വെളുപ്പിച്ചതിന്റെ വിഷയങ്ങൾ ഉറപ്പായിട്ട് ഇത് പ്രതിഫലിക്കും. ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ആൾക്കാർക്ക് അത് മനസ്സിലാവും. എന്താണ് പ്രൊമോ അപ്ഡേറ്റ്, ആരാണ് ഔട്ട് ആവാൻ പോകുന്നത്, നമുക്ക് പ്രൊമോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാം. അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്ന പ്രൊമോയുടെ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇതാ ഒരാൾ കൂടി ഫിനാലെ വേദിയിൽ കയറാതെ ഇപ്പോൾ എവിക്റ്റ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ 6 കണ്ടസ്റ്റൻസ് അവിടെ ബാക്കിയുണ്ട്. അനുമോള്, അനീഷ്, ഷാനവാസ്, അക്ബർ, നൂറ, നെവിൻ. ഒരാൾ ഔട്ട് ആവുമെന്ന് പറഞ്ഞിട്ട് ടാസ്ക് വേറെ ഒന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ അവരവരുടെ ഫോട്ടോ തന്നെയാണ്. പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. കംപ്ലീറ്റ് ആവാത്ത പസിലുള്ള ആള് എവിക്റ്റ് ആകും. ഇതെനിക്ക് തോന്നുന്നു മുന്നേക്ക് പല സീസണുകളിലും കൊടുത്തിട്ടുള്ള ഒരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് സാധനം. ആരാണ് ഔട്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതുന്ന ഒരു സാധനം പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലാവുന്ന ഒരു സാധനം, ഈ റീ എൻട്രികളെല്ലാം വീടിനകത്ത് കയറി വിഷം കുത്തിവെച്ചത് ആരെയൊക്കെയാണ് ഒന്ന് ചിന്തിച്ച് നോക്ക്. വിഷം ആരെയൊക്കെയാണ് കുത്തിവെച്ചത്? ആദിലെ കുത്തിവെച്ചു, നൂറെ കുത്തിവെച്ചു, അക്ബറിനെ കുത്തിവെച്ചു. ഇവരെ 3 പേരാണ് വിഷം കുത്തിവെച്ചത്. അനുമോളെ തൊടാൻ അവർക്ക് പറ്റിയില്ല. അവർ കുറെ ഒന്ന് പ്രൊവോക്ക് ചെയ്തു, ഓക്കെ, വിഷം കുത്താൻ പറ്റിയില്ല. ഷാനവാസിന്റെ അടുത്ത് വിഷം കുത്താൻ പറ്റിയില്ല, അനീഷിന്റെ അടുത്ത് വിഷം കുത്താൻ പറ്റിയില്ല. അപ്പൊ ഇവർ 3 പേര് എന്തായാലും വിഷം കുത്താത്ത സ്ഥിതിക്ക് അവരുടെ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവർ 3 പേരും ഇവരുടെ നിലപാടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ സേഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. വിഷം കുത്തി വെച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആദിൽ ഔട്ട് ആവുന്നത് തന്നെയാണല്ലോ. ഇനി നൂറയും ഉണ്ട്, അക്ബറും ഉണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം ആയിരിക്കും. നെവിൻ്റെ അടുത്തും നെവിൻ്റെ കേസ് ഉണ്ടല്ലോ, നെവിനും വിഷം കുത്തി വെച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ്റെ അടുത്ത് കുത്തി വെച്ചിട്ടും കാര്യമില്ല. നെവിൻ ചിരിച്ചത് ഹല്ലേ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും. അവിടെ നെവിനും സേഫ് ആവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. പറയാൻ പറ്റൂല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കുശുമ്പും കുന്നായ്മയും കയറ്റി അടിച്ച് പിരിയിച്ച് മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ചാൻസസ് അക്ബറിനും നൂറയ്ക്കുമാണ്. ഇവരിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കുത്തിത്തിരിപ്പ് കാരണം ആദില വെളിയിലായില്ലേ, റീ എൻട്രി കാരണമല്ലേ ആദില വെളിയിലായത്. അല്ലെങ്കിൽ ആദില ചിലപ്പോൾ നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല, നെവിൻ വല്ലതും പോയേനായിരുന്നു. അപ്പൊ ആദില വെളിയിലായി. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ അക്ബർ വെളിയിലായാലോ, ചിലപ്പോൾ നൂറ വെളിയിലായാലോ. നെവിനെ നിങ്ങൾ ചാൻസ് കുറച്ച് വെച്ചിരുന്നാൽ മതി. ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്ന അക്ബറിനും നൂറയ്ക്കാണ്. കാരണം കുത്തിത്തിരിപ്പ് വന്ന് ചെയ്ത് ആൾക്കാർ അതിലെ അടിച്ച് വെളിയിലെറിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, അത് തന്നെ ആയിരിക്കും. അതിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എനിക്കതാണ് മനസ്സിലാവുന്നത്. പ്രൊമോക്കകത്തുനിന്നൊന്നും പിടികിട്ടുന്നില്ല. ഏതാണ്ട് ഒരു ഉച്ച സമയത്താണെന്നാണ്, ഒരു 2-2:30 ആകുമ്പോഴെന്നാണ് ആ ഒരു സൂര്യന്റെ പ്രകാശം കണ്ടിട്ട് മനസ്സിലാവുന്നത്. കണ്ടു തന്നെ അറിയാം. എന്തായാലും അടുത്ത രാവിലത്തെ ലൈവ് അപ്ഡേറ്റ് വിശേഷമൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.